ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമനങ്ങളാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കോഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ ഗവർണർ ആരാ? ജസ്റ്റിസ് ആരിഫ് മുഹമ്മദ് ഖാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റിസ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി ശ്രദ്ധിക്കണേ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ എ ഷാജഹാനാണ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ എ ഷാജഹാനാണ്. അതേസമയം കേരളത്തിലെ ഇലക്ട്രൽ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് കൗളാണ്. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോകാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കണക്ഷൻ പറഞ്ഞുതരാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ മുഗൾ രാജാക്കന്മാരൊക്കെ ഇല്ലേ, അതിൽ ആരെ തെരഞ്ഞെടുക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഷാജഹാനെയാണെന്നുള്ള രീതിയിൽ ഓർക്കുക. അതേപോലെ തന്നെ ഇലക്ട്രൽ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് കൗളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ, ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ കോൾ ചെയ്തൊക്കെ പോവില്ലേ, അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്ത് കോൾ ചെയ്തൊക്കെ പോകാന്നുള്ള രീതിയിൽ മൈക്കിലൊക്കെ കോൾ ചെയ്യാമെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സഞ്ജയ് കൗൾ എന്നുള്ളത് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് രണ്ടും മാറിപ്പോരുത്. അടുത്തത് കേരള ലോകായുക്ത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. അപ്പോൾ യുക്ത എന്ന് പറയുമ്പോൾ നമുക്ക് യുക്തിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ യുക്തിയുള്ള ആൾക്കാരൊക്കെ ഈ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാക്കാണ്ട് അവരിങ്ങനെ ചിരിച്ചിരിക്കും എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ ചിരിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. യുക്തി ചിരിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ സിറിയക് കേട്ടോ, ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. അതുപോലെ തന്നെ കേരള നിയമസഭാ സ്പീക്കർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആരാ? MP രാജേഷാണ്. അടുത്തത് കേരള ചീഫ് സെക്രട്ടറി ചോദിക്കുകയാണെങ്കിൽ VP ജോയ് ആണ്. അപ്പം ചീഫ് സെക്രട്ടറി ആണ്, മെയിൻ ആണ് അല്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമൊക്കെ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. VP ജോയ്. എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 47ാമത്തെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 47 കേട്ടോ. പിന്നെ കേരള DGP ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അനിൽ കാന്താണ്. അത് ഓർത്ത് വയ്ക്കുക. കേരള DGP ആരാണ്? അനിൽ കാന്ത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റ് ചോദിക്കുകയാണെങ്കിൽ K സച്ചിദാനന്ദൻ. അത് പ്രസിഡൻ്റാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് K സച്ചിദാനന്ദൻ. അതേസമയം വൈസ് പ്രസിഡൻറ്റ് ചോദിക്കുകയാണെങ്കിൽ അശോകൻ ചെരുവിലാണ്. അപ്പം കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ്. സാഹിത്യം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദം വന്നു എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ. അപ്പോൾ K സച്ചിദാനന്ദൻ. അതേസമയം വൈസ് പ്രസിഡൻറ്റ് ചോദിക്കുമ്പോൾ വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ശോകമായെന്നൊക്കെ ആലോചിക്കാം കേട്ടോ. പ്രസിഡൻ്റ് ആവാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അശോകൻ ചെരുവിൽ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ചോദിക്കുകയാണെങ്കിൽ CP അബൂബക്കറാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ചോദിക്കുകയാണെങ്കിൽ CP അബൂബക്കർ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റ് ആനന്ദം അല്ലേ, സാഹിത്യമൊക്കെയാണ്. അപ്പോൾ ആനന്ദം K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡൻറ്റ് ഷോഗായ അശോകൻ ചെരുവിൽ. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ചോദിക്കുകയാണെങ്കിൽ CP അബൂബക്കറാണ്. പിന്നെ മുമ്പത്തെ പ്രസിഡൻറ്റ് ചോദിക്കുകയാണെങ്കിൽ വൈശാഖനായിരുന്നു കേട്ടോ. ഇപ്പോൾ മാറിയതുള്ളത് ഓർത്ത് വെച്ചേക്കാം. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് കേട്ടോ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ രഞ്ജിത്ത് ബാലകൃഷ്ണൻ. അതേസമയം വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ പ്രേംകുമാറാണ്. കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആരാണ്? പ്രേംകുമാർ. പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. അപ്പോൾ എല്ലാം തമ്മിൽ ഇങ്ങനെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഷാജി N കരുണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, ഈ ചിത്രത്തിലൊക്കെ സിനിമയിലൊക്കെ ഇങ്ങനെ വികസിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ എയറൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു നടനുണ്ടല്ലോ. ആരാ? നമ്മുടെ ജയൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ പണ്ടത്തെ സിനിമയിലൊക്കെ ഈ ജയൻ്റെ പേര് ഷാജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കോമഡി ഇതിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഷാജിയായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഷാജി N കരുൺ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാ? CJ കുട്ടപ്പനാണ്. അപ്പോൾ ഈ ഫോക്ലോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പാട്ട്, നാടൻ കലകളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേക്കാളും മുമ്പ് നമ്മളിങ്ങനെ കുട്ടപ്പനായിട്ടൊക്കെ പോകും അല്ലേ, മുഖത്ത് പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടപ്പനായിട്ട് പോകും എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ കേരള ലളിതകല അക്കാദമി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ മുരളി ചീരോത്താണ് കേട്ടോ. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മുരളി ചീരോത്ത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? MG ശ്രീകുമാറാണ്. അപ്പോൾ സംഗീതം MG ശ്രീകുമാറായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മധുപാലാണ് കേട്ടോ. അപ്പോൾ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ക്ഷേമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാലൊക്കെ കൊടുക്കുമ്പോൾ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ മധുപാലാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ മലയാള മിഷൻ്റെ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മുരുകൻ കാട്ടാക്കടയാണ് കേട്ടോ. ആരാണ് മലയാള മിഷൻ്റെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ മുരുകൻ കാട്ടാക്കട. അടുത്തത് കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആണ് കേട്ടോ. ആരാണ്? VK രാമചന്ദ്രനാണ്. കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രൻ.
അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതായത് ഈ കള്ളന്മാരൊക്കെ ഇങ്ങനെ ആസൂത്രണങ്ങളൊക്കെ ചെയ്യില്ലേ, അത് രാത്രിയാണെന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ ആസൂത്രണം രാത്രി, അതായത് ചന്ദ്രനുള്ള സമയത്താണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ VK രാമചന്ദ്രൻ. ഓക്കെ, അടുത്ത കേരള PSCയുടെ ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല, MK സക്കീറാണ്. അതുപോലെ തന്നെ 6ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ SM വിജയാനന്ദാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്, 6ാമത്തെയാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. അപ്പം വിജയിച്ചാലാണ് നമുക്ക് ധനമൊക്കെ ഉണ്ടാവുക, ആനന്ദമൊക്കെ ഉണ്ടാവുക എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതേപോലെ തന്നെ 11ാമത്തെ സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ K മോഹൻദാസ് ആണ്. അപ്പോൾ നമ്മുടെ മോഹന ശമ്പളം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 11ാമത്തെ സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? K മോഹൻദാസ്. അടുത്ത് നോക്കാം, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് P സതീദേവി. അതുപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ KC റോസക്കുട്ടി. ഇത് രണ്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണേ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് P സതീദേവി കേട്ടോ, വനിതാ കമ്മീഷൻ അധ്യക്ഷ. അതേപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ KC റോസക്കുട്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, ഈ വനിതകളൊക്കെ ഈ വികസിക്കുന്നത്, അതായത് വണ്ണൊക്കെ വയ്ക്കുന്നത് വയറ്റിൽ കുട്ടി ഉണ്ടാകുമ്പോൾ ആണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ, വികസനം വരുമ്പോഴാണ് നമ്മുടെ KC റോസക്കുട്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അത് മാറിപ്പോകരുത്. പിന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻ്റണി ഡൊമിനിക് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആൻ്റണി ഡൊമിനിക്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ, ഈ ഡൊമിനിക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡൊമിനേറ്റിംഗ് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമാണെങ്കിൽ ഈ മനുഷ്യാവകാശത്തിനൊക്കെ വേണ്ടി പോകും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻ്റണി ഡൊമിനിക്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ മേഴ്സിക്കുട്ടനാണ്. അപ്പോൾ സ്പോർട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജേഴ്സി ആയിട്ടൊക്കെ കണക്ട് ചെയ്തൂടെ, അങ്ങനെ നമുക്ക് മേഴ്സി ആലോചിക്കാം കേട്ടോ. അപ്പോൾ മേഴ്സിക്കുട്ടൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ. അടുത്ത് നോക്കാം, കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വിശ്വാസ് മേത്തയാണ്. അപ്പോൾ നമുക്ക് നല്ല വിശ്വാസമുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ വിവരത്തിനൊക്കെ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ വിശ്വാസ് മേത്ത വിവരം, ഓക്കെ, വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സജി ചെറിയാനാണ്. അപ്പോൾ യുവജനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യുവജനം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ആൾക്കാരായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സജി ചെറിയാൻ എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ആരാണ്? B അശോകാണ്. അപ്പം വൈദ്യുതിയൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ശോകമാണെന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക, B അശോക് IAS. അടുത്ത് നോക്കാം, കേരള കന്നുകാലി വികസന ബോർഡ് ടിങ്കു ബസ്വാളാണ് കേട്ടോ. അപ്പോൾ ഈ കന്നുകാലിയൊക്കെ ഇടാൻ പറ്റിയ പേരാണ് ടിങ്കു എന്നുള്ളത് വെറുതെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കേരള കന്നുകാലി വികസന ബോർഡ് ആരാണ്? ടിങ്കു ബസ്വാൾ. കേരള സംസ്ഥാന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആരാ? P രാജീവാണ്. പണ്ടത്തെ ഒരു സിനിമ നടനുണ്ട് രാജൻ P ദേവ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ മിക്ക സിനിമകളിലും ഇങ്ങനെ ജുബ്ബയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ജുബ്ബ, ഖാദിയുടെ ജുബ്ബ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് P രാജീവ്. അടുത്തത് കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ PK ശശിയാണ്. അപ്പോൾ നമ്മൾ ഈ ടൂറിനൊക്കെ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ കോവിഡൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് ടൂറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളാകെ ഇങ്ങനെ ശശിയാവും എന്നുള്ള രീതിയിൽ ഓർക്കുക, PK ശശിയാണ്. അടുത്തത് കേരള സംസ്ഥാന വനവികസന കോർപ്പറേഷൻ ആരാ? ലതിക സുഭാഷ് ആണ് കേട്ടോ. കേരള സംസ്ഥാന വനവികസന കോർപ്പറേഷൻ്റെ ആരാണ്? ലതിക സുഭാഷ്. അപ്പോൾ ഈ വനത്തിലൊക്കെ ഇങ്ങനെ കുറേ ലതകളും ലതികകളും ചെറിയ വള്ളികളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ ലതികയായിട്ട് കണക്ട് ചെയ്യാലോ, വനം. ഓക്കെ, അപ്പോൾ ലതിക സുഭാഷാണ്. കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ G വേണുഗോപാലാണ് കേട്ടോ. കയർ കോർപ്പറേഷൻ, ഓക്കെ, G വേണുഗോപാൽ. അപ്പോൾ ഈ പശുക്കളൊക്കെ, ഗോക്കളൊക്കെയാണ്, പാല് തരുന്ന പശുക്കളൊക്കെയാണ് നമ്മൾ കയറ് വെച്ച് കെട്ടുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ ഗോയുണ്ട്, പാലും ഉണ്ട് കേട്ടോ. അപ്പോൾ G വേണുഗോപാലാണ് കയർ. ഓക്കെ, കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ K പ്രസാദാണ്. അപ്പം ഈ പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ് K പ്രസാദ്. അപ്പോൾ ഈ പ്രസാദമൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ പിന്നിലൊക്കെ ആയിട്ട് നിന്നിട്ടാണ് പ്രസാദം വാങ്ങണമെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ പിന്നാക്കം അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക, പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ K പ്രസാദ്. അടുത്ത് നോക്കാം, കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ S ജയമോഹനാണ്. അപ്പോൾ കശുവണ്ടിയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വികസിക്കാൻ വേണ്ടിയിട്ട് ഈ ജിമ്മിലൊക്കെ പോകില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? ജയൻ്റെ പോലെയൊക്കെ ആവാൻ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ S ജയമോഹൻ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്ത് നോക്കാം, കേരള സംസ്ഥാന ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആരാ? കാട്ടാക്കട ശശി. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് കാട്ടാക്കട ശശി. അപ്പോൾ ഈ കടയുടെ അടുത്തൊക്കെ കുറേ ഇങ്ങനെ ചുമട്ട് തൊഴിലാളികളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ. കേരള സംസ്ഥാന നാളികേര വികസന ബോർഡ് ആരാ? രാജ്ബീർ സിംഗ് പർവാർ.
ഈ നാളികേരത്തിനൊക്കെ ഭയങ്കര പവറല്ലേ പൊട്ടിക്കാനൊക്കെ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോളൂ, രാജ്ബീർ സിംഗ് പർവാർ, പവർ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. കേരള സംസ്ഥാന ദേവസ്വം ബോർഡ് എം രാജഗോപാലൻ നായരാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. കേരള സംസ്ഥാന ദേവസ്വം ബോർഡ് ആരാണ്? എം രാജഗോപാലൻ നായർ. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് സെഷൻ ഉണ്ട്, തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളൊക്കെ കയറ്റി വേഗം തന്നെ ചെയ്യാം. അതുപോലെ തന്നെ മുട്ടത്ത് വർക്ക് അവാർഡ്സും അതൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട്, എനിക്കറിയാം. അതൊക്കെ ഞാൻ നാളെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു എനർജിയൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.